ഹായ് ഹലോ. നമ്മളൊരു അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒത്തിരി തിരക്കൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊക്കെ വീഡിയോ കുറയ്ക്കുന്നതാണ്. കാരണം വീഡിയോ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തിരക്കിലേക്ക് മാറും. അപ്പോൾ ഒരു വലിയ ആഴ്ചയൊക്കെ കഴിഞ്ഞ് പിന്നെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേശ്ശൊക്കെ ചെയ്ത് അങ്ങോട്ട് കയറി കയറി പോരുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇതിപ്പോൾ ചെടികളെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ പാക്ക് ചെയ്യണ പോലെ അത്രയ്ക്ക് ഈസി ആയിട്ട് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ നമ്മൾ നല്ല പ്രിപ്പയർ ആയിട്ട് നന്നായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ചെടികളൊക്കെ അത്രയും കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോകളൊക്കെ ഒന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മളൊന്ന് മാനേജ് ചെയ്ത് അങ്ങനെയൊക്കെ പാക്കിംഗ് ഒക്കെ നടത്തി അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയ്ക്ക് ഒന്ന് കുറച്ചത്. അപ്പോൾ സാധാരണ ഡെയിലി തന്നെ നമ്മൾ ആ ഓർഡറൊക്കെ നമ്മൾ ചെയ്ത് വിടുന്നുണ്ടായിരുന്നു. വീഡിയോ മാത്രം ഒന്ന് കുറച്ചൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ? പുതിയ ചെടികളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച പെന്നിവേട്ട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതും കാണിക്കാം. വേഗം തന്നെ ചെടികൾ കാണിച്ചു. നമ്മൾ കോംബോ ആയിട്ട് ചെയ്യുന്നില്ല കേട്ടോ. ആവശ്യമുള്ള ചെടികളെല്ലാം നിങ്ങൾ കാറ്റലോഗ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ കാറ്റലോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമുക്കിത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കാറ്റലോഗ് അതിലുണ്ട്. ഇനി കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു മെസ്സേജ് തന്നാൽ മതി. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കൊറിയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് നേരിടുവാണെങ്കിൽ ഉടനെ തന്നെ മെസ്സേജും ചെയ്യാം കേട്ടോ. നമുക്ക് ചെടികളൊക്കെ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണിക്കുക. നേരത്തെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു ലക്കി ബാമ്പു 5 in 1 കേട്ടോ. ചെടികളൊക്കെ നന്നായിട്ട് ഇലകളൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് നല്ല ഭംഗിയിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിനുള്ള ചെടികളാണ് ഇത്. നമ്മൾ പോട്ട് സഹിതമാണ് കേട്ടോ വിടുന്നത്. ഈ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നെങ്കിൽ പോട്ട് സഹിതം വിട്ടാലാണല്ലോ ആ ഒരു ഭംഗി നിങ്ങൾക്കും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോട്ട് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും പോട്ട് സഹിതമായിരിക്കും കേട്ടോ നമ്മൾ വിടുന്നത്. അത് ഇങ്ങനെയാണ് നല്ല തിക്കായിട്ട് 5 പ്ലാന്റ് 5 മുളകളൊക്കെ വന്ന് നല്ല ഭംഗിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്. നല്ലോണം ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റുകളാണ്. പിന്നെ നമ്മൾ ഹോയ വെറൈറ്റി ഹോയ ഹാർട്ട് ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. അതാ ഇങ്ങനെ കേട്ടോ. പിന്നെ നമ്മളുടെ നമ്മുടെ കാറ്റസ് വെറൈറ്റി, നമ്മളുടെ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വെറൈറ്റി ഇത് സ്റ്റോക്കിലുണ്ട്. ഇതെല്ലാം നമ്മൾ പോട്ട് സഹിതമായിരിക്കും കേട്ടോ വിടുന്നത്. പിന്നെ നമ്മളുടെ ഇത് ഹോയ വെറൈറ്റി ഹോയ ബെല്ല ആൽബ മാർജിനാറ്റ ഈ ഒരു ഇത് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ വലുപ്പമൊക്കെ വയ്ക്കും കേട്ടോ. ഇതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വലുപ്പം വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ഭംഗിയാണല്ലോ. ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും. നല്ല ഒത്തിരി വെയിലില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റിയ ഒരു ചെടിയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ ഒന്ന് അകത്തേക്കൊക്കെ ഒന്ന് ഭംഗിയാക്കണമെങ്കിൽ ഒന്ന് എടുത്തൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടി തന്നെയാണ് കേട്ടോ. അധികം കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത ചെടികളാണ്. പിന്നെ നമ്മളുടെ ഇത് ഹവോത്തിയ വെറൈറ്റി ഇത് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. ഇതെല്ലാം പോട്ട് സൈഡായിരിക്കും കേട്ടോ വിടുന്നത്. ഇനി നമ്മളുടെ പെഡിലാന്തസ് വെറൈറ്റി പെഡിലാന്തസ് വേരിഗേറ്റഡ് വെറൈറ്റി കേട്ടോ. ഗ്രീനും വരാണ്ടതില്ലെങ്കിൽ ഡെവിൾസ് ബാക്ക് ബോൺ എന്നും കൂടെ പേരുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പെഡിലാന്തസ് വേരിഗേറ്റഡ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പേര് ഡെവിൾസ് ബാക്ക് ബോൺ എന്നാണ് കേട്ടോ. ഇതിൻ്റെ നമ്മുടെ ബാക്ക് ബോൺ പോക്കലൊക്കെ പോലെ തോന്നുന്നുണ്ടല്ലേ. ഇത് നമുക്ക് കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളുടെ സിസി ഡ്വാർഫെ ചെറിയ പ്ലാന്റുകൾ 100 രൂപയുടെയൊക്കെ പ്ലാന്റുകൾ കേട്ടോ. ഇത് സ്റ്റോക്കിലുണ്ട്. താല്പര്യമുള്ളവരൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ ഇത് കേട്ടോ നമ്മുടെ സിസി ഗ്രീൻ കളറ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കുന്നതാണ്. ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. ഇതൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല പർപ്പസ് ആണല്ലോ. ഇപ്പോൾ ഒത്തിരി ഇനിയിപ്പോൾ നമ്മളുടെ നോമ്പൊക്കെ എല്ലാവരുടെയും എല്ലാ മതക്കാരുടെയും നോമ്പുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഫ്രീ ആയിട്ട് ഇനിയിപ്പോൾ പുതിയ ഹൗസ് വാമിങ്ങും പിന്നെ ഹോളി കമ്മ്യൂണിനും പിന്നെ കല്യാണങ്ങളൊക്കെ വരുന്ന സമയമാണല്ലോ. അപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുക്കാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ നമ്മളൊക്കെ അല്ലാണ്ട് എന്തൊക്കെയാണ് ഗിഫ്റ്റ് കൊടുക്കണേന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നവർക്കൊക്കെ പറ്റിയ പ്ലാന്റുകളാണിത്. പിന്നെ ബ്ലാക്ക് വെറൈറ്റി കേട്ടോ. ഇത് 4-5 പോട്ടിൽ വരുന്ന ബ്ലാക്ക് വെറൈറ്റി ഇതും സ്റ്റോക്കിലുണ്ട്. പിന്നെ പെന്നിവേട്ട് കേട്ടോ. പെന്നിവേട്ട് ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വരുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരാറുണ്ട്. ഇത് വെള്ളത്തിലാണ് കേട്ടോ കൂടുതൽ വളർത്താനായിട്ട് നല്ലത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വളർത്തുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി വേണമെങ്കിൽ മണ്ണിൽ നടാം. പക്ഷേ മണ്ണിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും വെള്ളത്തിലാണ് കൂടുതൽ വളർച്ച കാണുന്നത്. അപ്പോൾ വെള്ളത്തിൽ വെക്കുകയായിരിക്കും നല്ലത്. വെള്ളം ഉണ്ടെന്ന് നമുക്കൊട്ട് അറിയാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഹോളില്ലാത്ത പോട്ടിൽ ഇത് വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്നതാണ്. ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ
എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ഈ സ്റ്റെമ്മിൻ്റെ എണ്ണത്തിലൊക്കെ വ്യത്യാസം വരും. കാരണം പ്രൊപ്പഗേഷൻ വരുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസമൊക്കെ വരും കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ചെടി വാടിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട. കാരണം ഇതിപ്പോൾ വെള്ളത്തിൽ വരുന്നത് എങ്ങനെയാണെങ്കിലും നമ്മളെടുത്ത് പാക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ചിലപ്പോൾ വാട്ടങ്ങൾ ഇലക്കി ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോഴത്തേക്കും വേഗം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ തന്നെ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും അത് വെള്ളം എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഇലകളൊക്കെ ഫ്രഷ് ആയിട്ട് വരും. ഇനി നടാനായിട്ടാണെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട്, ചാണകപ്പൊടി ഒരു 3% കൊടുക്കുകയാണെങ്കിൽ മണ്ണ് 1% മാത്രം കൊടുത്താൽ മതി. മണ്ണ് കുറവും ചാണകപ്പൊടി കൂടുതലുമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ നടുക്ക് നട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഹോളില്ലാത്ത പോട്ടിൽ നടുക. പിന്നെ ഇത് കട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ തന്നെ വെക്കുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ഭംഗി വരില്ല. നിങ്ങൾക്ക് ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് പലതും പല രീതിയിൽ വളർന്നു വരും. അപ്പോൾ ഒരേ രീതിയിൽ വളരാനായിട്ട് ഇങ്ങനെ ഇത്രയും ഭാഗം കട്ട് ചെയ്ത്, ഇലകളൊന്നും ആവശ്യമില്ല, ഈ തണ്ട് മാത്രം ആവശ്യം മതി. ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ആ പൊട്ടി മിക്സിലേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വെള്ളം കുറയുന്നതനുസരിച്ച് കൊടുത്താൽ മതി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ തണലത്ത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഡയറക്റ്റ് വെയിൽ കൊള്ളാത്ത സ്ഥലത്തേക്ക്, കുറച്ചെങ്കിലും വെയിൽ ഉള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് വളർന്നു വന്നോളൂ കേട്ടോ. ഒരു 15 ദിവസത്തിനുള്ളിൽ ചട്ടി നിറഞ്ഞു വന്നോളൂ കേട്ടോ. അപ്പം അറിയാൻ പാടില്ലാത്തവർക്ക് ആണെങ്കിൽ ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞു പോകണം കേട്ടോ. അപ്പം അങ്ങനെ നട്ടോളൂ. അത് സ്റ്റോക്കിലുണ്ട്. താല്പര്യമുള്ളവരൊക്കെ വേഗം തന്നെ കാറ്റലോഗ് നോക്കിക്കോളൂ. അതിൽ ആക്ച്വൽ ഇമേജും കൊടുത്തിട്ടുണ്ട്, കറക്റ്റ് മറ്റല്ലാതെയുള്ള ഇമേജുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സ്ലൈഡ് ചെയ്ത് ആക്ച്വൽ ഇമേജ് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. ഇത് നമ്മുടെ സാറ്റിൻ പോത്തോസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓക്സികാർഡിയം വേരിഗേറ്റഡ്, നമ്മൾ ബ്രസീൽ എന്നൊക്കെ പറയും, ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയാണ് ഓക്സികാർഡിയം വേരിഗേറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നാളായി വന്നിട്ട് കേട്ടോ. അപ്പോൾ അതിപ്പോൾ സ്റ്റോക്കിലുണ്ട്. താല്പര്യമുള്ളവരൊക്കെ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇതൊക്കെ എപ്പോഴും വരുന്ന പ്ലാന്റുകളല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ പറയുന്നത്. പിന്നില്ലേ ഇത് ഓക്സികാർഡിയം വേരിഗേറ്റഡ് എന്ന് പറഞ്ഞാലും ചില അതിൻ്റെ സ്റ്റെമ്മുകളൊക്കെ ഇപ്പോൾ ഇതിൽ കാണുന്നില്ല. ചിലതിൽ അങ്ങനെയുണ്ട്. ചിലതിൽ പച്ച കൂടുതലും ഈ ലൈറ്റ് ഗ്രീൻ കൂടുതലും കുറവും അങ്ങനെയൊക്കെ ഉണ്ടാവും. ചിലതിൽ പച്ച മാത്രമായിട്ടും അല്ലെങ്കിൽ ഗ്രീൻ യെല്ലോ മാത്രമായിട്ടും ഒക്കെ അങ്ങനെ വരാനൊരു സാധ്യതയുണ്ട് കേട്ടോ. പിന്നീട് ചിലപ്പോൾ അങ്ങനെയും പ്രതീക്ഷിക്കാം കേട്ടോ. ഇങ്ങനെ ഒരു വേരിഗേറ്റഡ് വെറൈറ്റിക്ക്, ഈ ഒരു വെറൈറ്റിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ശീലമുണ്ട്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ഇത് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുവാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാന്റുകൾ നമ്മളുടെ ഫാൻ വെറൈറ്റിയൊക്കെ താല്പര്യമുള്ളവർ വാങ്ങിച്ചോളൂ. ഇത് നമുക്ക് ഒറ്റ ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ തണ്ടുകളും അടിഭാഗവും വേരൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തൊക്കെ മാറ്റി നടാവുന്നതാണ് കേട്ടോ. ഫുൾ പോട്ടാണ് വരുന്നത്. പിന്നെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റി മൂൺഷൈൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റ്, ഇല വലുതാവുന്ന വെറൈറ്റിയാണ്. ഡിഷീഡിയ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട്, ഡിഷീഡിയ ഒയാന്ത ഇത് സ്റ്റോക്കിലുണ്ട്, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. പിന്നെ നമ്മളുടെ അഗ്ലോണിമ വെറൈറ്റി, അഗ്ലോണിമ നാരോ, ഇത് നമ്മളുടെ അഗ്ലോണിമ ജയ്പോങ് റെഡ് നാരോയാണ് വരുന്നത്. ഇങ്ങനെ ഇത് വിദൂരിയാണ് വരുന്നത് കേട്ടോ. വിദൂരി സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. പിന്നെ അഗ്ലോണിമ റെഡ്, ചൈന പിങ്ക് എന്ന് പറയട്ടെ. റെഡ് ആയിട്ടല്ല, പിങ്ക് ആണ് വരുന്നത് കൂടുതൽ കേട്ടോ. പിന്നെ ഇവിടെ വരുന്നത് നമ്മളുടെ പേര് കിട്ടുന്നില്ല, സാൻസവേരിയ. ഇങ്ങനെ കുറേ വരുമ്പോഴത്തേക്കും നമുക്ക് പേര് ബ്ലാങ്ക് ആയി പോവുക. സാൻസവേരിയ വെറൈറ്റി, സാൻസവേരിയ വിറ്റിനി, ഒരു ചെറിയൊരു ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇത് സാൻസവേരിയ ഒക്കെ ചെറിയൊരു സ്ക്രാച്ചസ് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. സ്റ്റോക്കൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മുട്ടിയിട്ടേ അത് കണ്ടോ ചെറുതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ സാൻസവേരിയ അല്ല, ഇത്രയും സ്റ്റിഫായിട്ടുള്ള ഇലകളാകുമ്പോൾ ചെറുതായിട്ട് അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും സാൻസവേരിയ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് അറിയാം എങ്കിൽ കൂടെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ പീസ് ലില്ലി പൂവൊക്കെ ഉള്ളത്, കൂടുതൽ ഷൂട്ടുകളൊക്കെ ഉള്ളത് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങിച്ചോളൂ. പിന്നെ നമ്മുടെ ഇത് നമ്മളുടെ പോത്തോസ്, എൻജോയ് പോത്തോസ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ ഇതും അങ്ങനെയൊക്കെ, പിന്നെ സാറ്റിൻ പോത്തോസൊക്കെ കൂടുതൽ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ എൻജോയ് പോത്തോസ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഈ ഒരു സൈസിലുള്ള 4-5 പോട്ടിൽ വരുന്ന പ്ലാന്റുകളാണ്. പിന്നെ
ഇത് നമ്മുടെ ബാമ്പിനോ, അലക്കേഷ്യ വെറൈറ്റി ബാമ്പിനോ. ഇതിലിപ്പോൾ 4 പ്ലാന്റ് ആണ്. ഒരു ഇതിൽ നിന്ന് തന്നെ 4 വന്നേക്കുന്ന, നിങ്ങൾക്ക് 4 തിരിച്ചൊക്കെ നടാൻ പറ്റുന്ന പ്ലാന്റുകളാണ് വരുന്നത്. 4 ഞാൻ ഉറപ്പ് പറയുന്നില്ല കേട്ടോ, 3 എന്തായാലും ഉണ്ടാവും. 3, 4, 5 അങ്ങനെയൊക്കെയാണ്. ചിലതിൽ 6 കാണുന്നുണ്ട്. 3 മിനിമം കേട്ടോ. 3 തുടങ്ങി മുകളിലേക്കായിരിക്കും ഇതിൽ വരുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരുമ്പോഴാണ് ഭംഗി വരുന്നേലോ. ഇതിലിപ്പോൾ ഞാൻ 1, 2, 4 ഒരു ചെറുതുമാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പം അങ്ങനത്തേക്കുള്ള സൈസ് ആയിരിക്കും. 3 തുടങ്ങി മുകളിലേക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ എന്താ ഡിഷീഡിയ വെറൈറ്റി, ഡിഷീഡിയ മില്ലേനിയം ഹാർട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പ്ലാന്റുകൾ കേട്ടോ. ഞാൻ ഇത്രയും എടുത്ത് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ അത് അത്രയ്ക്ക് ഭംഗി. എനിക്കിങ്ങനെയുള്ള പ്ലാന്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള നമ്മുടെ ഡിഷീഡിയ വെറൈറ്റി. ഞാൻ ഇതിന് മുമ്പ് മറ്റേ ഡിഷീഡിയ നന്നായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പോട്ടിലൊക്കെ, വൈറ്റ് ക്രിസ്റ്റൽ പോട്ടിലൊക്കെ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നല്ലോണം പറ്റുന്ന പ്ലാന്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ല ഭംഗി. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യത്തെ സ്റ്റോക്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാന്ന് പറയാം. ഇതിൻ്റെ ഇലയുടെ പാറ്റേൺ നോക്കിയതാ, ഇതാണ് ഒരു ഹാർട്ടിൻ്റെ പാറ്റേൺ. ഇതിൻ്റെ ആ അടുക്കടുക്കായിട്ട് വന്ന ഇലകൾ കണ്ടോ ഇങ്ങനെ ഇത് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഇലയുണ്ട്. നല്ല എന്താ പറയുക, നല്ല അങ്ങനെ തന്നെ പറയാം അല്ലേ, നല്ല കനമാണ് ഇലയ്ക്ക്. അങ്ങനെ നമ്മൾ പറയില്ലേ ഇങ്ങനെ നമ്മളുടെ എന്തെല്ലാന്നാ പറയുന്നത്, അപ്പം അങ്ങനെ പറയാൻ കിട്ടുന്നില്ല. നല്ലതാ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നല്ല കനമുള്ള നല്ല 2-3 ലെയർ നമുക്ക് തോന്നിക്കുന്ന ടൈപ്പ് ഇലകളാണ് അതിന് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾക്ക് മാറ്റിയൊക്കെ നടാം, കട്ട് ചെയ്ത് നടാം. അത് ഞാൻ പണ്ടും പറയാറുള്ളത് പോലെ ഡിഷീഡിയൊക്കെ വരുന്നത് ഒയാഫിസിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഒയാഫിസ് തിരിച്ച് 2-3 പോട്ടിലേക്കൊക്കെ മാറ്റി നടാം കേട്ടോ. പിന്നെ പോട്ട് ഉണ്ടാവില്ല കേട്ടോ. ഇതിന് ചെറിയ സ്റ്റമ്മുകൾ കുത്തിയിട്ടായിരിക്കും ഇതിങ്ങനെ ഇത്രയും തിക്കായിട്ട് എടുത്തേക്കണം. അപ്പം നമുക്ക് പോട്ട് വിടുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ പാക്ക് ചെയ്താലും കൊക്കോപിറ്റ് ഫുള്ള് പുറത്തേക്ക് ചാടും. കാരണം കുറേ ഒയാസിസിൽ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കുത്തിയിട്ടാണ് ഇത്രയും തിക്കായിട്ട് വരുന്നല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെ പേപ്പറുകളൊക്കെ വെച്ച് പാക്ക് ചെയ്താലും പുറത്തേക്ക് കൊക്കോപിറ്റ് പോവുകയും ചെയ്യും, ചെടി ഡാമേജ് ആവുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പോട്ട് ഒഴിവാക്കുന്നത്. പോട്ട് വിടാനായിട്ട് ബുദ്ധിമുട്ടായിട്ടല്ല, പക്ഷേ പോട്ടുകൾ ഇങ്ങനെ വിടുമ്പോഴത്തേക്ക് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് പാക്ക് ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി വേണമല്ലോ ചെടികളൊക്കെ സെയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്നും നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പോട്ടൊക്കെ ഒഴിവാക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെ താല്പര്യമുള്ളൊരു വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഇപ്പോൾ സ്റ്റോക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മളുടെ കലാത്തി വെറൈറ്റി, ഈഡ് വെറൈറ്റി സ്റ്റോക്കിലുണ്ട്. റാറ്റിൽ സ്നേക്ക്. പിന്നെ ഇതേ കലാത്തിയ ഈ ഒരു വെറൈറ്റി കോമ്പാക്ട് സ്റ്റാർ, ഇതും സ്റ്റോക്കിലുണ്ട്. പിന്നെ നമ്മളുടെ ഇത് സിങ്കോണിയം വെറൈറ്റി, ഇതാ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതാ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ളൊരു ചെടി മതി. അപ്പോൾ വില കുറഞ്ഞിട്ടൊക്കെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഇങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചോളൂ കേട്ടോ. ബാക്കിയൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇപ്പോൾ പുതിയതായിട്ട് ഈ ആഴ്ചയിൽ വന്ന പ്ലാന്റ്സുകൾ മാത്രം ഞാൻ വേഗത്തിൽ കാണിച്ചു പോയതാണ്. എന്താ ക്യാറ്റ്സ് ക്ലോ സ്റ്റോക്കിലുണ്ട് നമുക്ക്. പിന്നെ ഇതാ പിന്നെ നമ്മുടെ സാൻഡ് പേപ്പർ വൈൻ സ്റ്റോക്കിലുണ്ട്. അങ്ങനെയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സുകളൊക്കെ നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. ഇപ്പോൾ ക്യാറ്റ്സ് ക്ലോ ഒക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഇതാണ്. ഇനി പൂവില്ലെങ്കിലും ക്യാറ്റ്സ് ക്ലോ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പർഗോളയിലൊക്കെ പടർത്തി വിടാനായിട്ട് പറ്റുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ നോക്കിയിട്ട് മെസ്സേജ് ചെയ്തോളൂ. ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ കാറ്റഗറിയിൽ നോക്കിയിട്ട്, അതൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, കാണിച്ചിട്ടില്ല. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എന്താ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല കേട്ടോ. പോട്ട് ഞാൻ ഉള്ളതിന് പറഞ്ഞിരുന്നു, അതെല്ലാം മാറ്റിയിട്ട് അതിനായിരിക്കും വിടുക. പ്രൊഫഷണൽ DDC 2 കുറവ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. നമുക്ക് വിതിൻ 2 days എല്ലായിടത്തും നല്ല പ്ലാന്റ്സുകൾ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഉടനെ തന്നെ മെസ്സേജ് തരുക കേട്ടോ. പിന്നെ എന്താ പറയാനുള്ള, വേറൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് പറയാനില്ല എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.